ആരായിരിക്കും ഈ വർഷം പ്രീമിയർ ലീഗ് എടുക്കാൻ പോകുന്നത്? ഐ നോ ഇറ്റ്സ് ലൈക്ക് ഇനി വെറും 10 ഗെയിമോ മറ്റോ ഉള്ളു കളിക്കാൻ. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗുലാൻ. ആര് ജയിക്കും? രമണന്റെ മുഖത്തെ തേജസ് കണ്ടു. ചെക്കൻ എന്തായ ചെക്കൻ ആകെ ഊർജസും തേജസ്സും ഓജസ് ആൻഡ് തേജസ്. അന്ന് മാൻ യുണൈറ്റഡിന്റെ കൊട്ട് കിട്ടിയ ശേഷം അവന്മാരൊന്ന് ഉണർന്നു തോന്നുന്നു. അല്ലടാ എടാ എനിക്ക് അങ്ങനെ ചെക്കന്മാരൊന്ന് ഫയറായി. ഫീലൊന്നും ഇല്ല. കുറെ ചാൻസ് ഇപ്പോഴും ഭയങ്കര ക്ലിനിക്കൽ അല്ലാത്തൊരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ഐ റിയലി മിസ് ജോട്ട. ബട്ട് പൊതുവെ ഐ എം ഹാപ്പി ബിക്കോസ് ഒരു ബോറിംഗ് കളിയാണ് ആർസണൽ ആൻഡ് മാൻ സിറ്റി കാഴ്ചവെക്കുന്നത് എന്നുള്ളത് കൊണ്ടും അവർക്ക് ഈ UCLന്റെ ഇന്റൻസിറ്റി കുറച്ചും കൂടി ഡിഫറെന്റ് ആയിരിക്കും ആസ് കമ്പയർഡ് ടു UEFA. ആൻഡ് സിറ്റി ഹാസ് FA Cup ഓൾസോ ടു പ്ലേ. സോ ആ ഒരു റീസൺ കൊണ്ട് ഐ തിങ്ക് ദ ചാൻസസ് ഓഫ് us വിന്നിങ് ദ ടൈറ്റിൽ ഈസ് മോർ. അതുകൊണ്ടാണ് നീ എൻ്റെ മുഖത്ത് ആ ഊജസും തേജസ്സും കണ്ടത്. പറയടാ ടിൻഡു, നിനക്കെന്താ തോന്നുന്നു? ഒക്കെ ടോട്ടൻഹാമിന്റെ പവറാ. ടോട്ടനാം മാത്രം എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് ഇപ്പൊ ഒരു ഗെയിം എടുത്തു കഴിഞ്ഞാൽ ടോട്ടനാം, ആസ്റ്റൺ വില്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇതാണ് ഞങ്ങൾക്കുള്ള ഫിക്ചേഴ്സ്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ അറിയില്ല. ടോപ്പ് 6 ടീംസ് അവർക്ക് വിൻ റേറ്റ് കൂടുതലാണ് ആക്ച്വലി ടോപ്പ് 6 ടേബിളില്. അതുകൊണ്ട് ഒരു ഡിസൈഡിങ് ഫാക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞ ടോട്ടൻഹാം ഗെയിം 3 പേർക്ക് കൊണ്ട് ഫിക്സ്ചർ. പക്ഷെ ടോട്ടനാം ഉണ്ടല്ലോ ഒരു പ്രെഡിക്റ്റബിൾ അല്ല. ലൈക്ക് ഈ ഒരു അതാണ് ഇപ്പൊ ഒരു ടീമിനേറ്റ് 2-0 ജയിച്ചു കഴിഞ്ഞാല് വേറെ അതിനെക്കാട്ടി കുറഞ്ഞ ടീമിനേറ്റ് ഫൈനലിൽ പൊട്ടും. അങ്ങനത്തെ ഒരു പ്രശ്നം ടോട്ടനാമിനുണ്ട്. ടോട്ടൻഹാമിന്റെ പവറാ. അപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടൻഹാം ഉണ്ട്, ആസ്റ്റൺ വില്ല ഉണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ടീം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ 3 ഗെയിമും ലിവർപൂൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള അനുസരിച്ചിട്ടിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് തോന്നുന്നത് ഫുൾഹാം ആണ്. ഫുൾഹാം എന്താ ചില സമയത്ത് യുണൈറ്റഡ് അല്ല, ഫുൾഹാം അടിപൊളി ടീമാണ്. അത് ചില സമയത്ത് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫുൾഹാമിനായിട്ട് ഞങ്ങൾക്ക് കളി ഉണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. ഉണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഒരു പണിവാളിയ കളിയായിരിക്കും. കാരണം ലാസ്റ്റ് ടൈം നമ്മൾ ലിവർപൂൾ ഫുൾഹാമിനായിട്ട് മുട്ടിയപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ അറ്റ് ആൻഫീൽഡ്. സോ അവരുടെ ഹോമിൽ പോയി കളിക്കുമ്പോ എന്തായിരിക്കും ഒന്ന് സിറ്റിക്ക് ചാൻസ് ഉണ്ട്, ലിവർപൂളിനും ചാൻസ് ഉണ്ട്. ഇത് പറയാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. സിറ്റി ഓക്കെ നീ ലിവർപൂളാണല്ലോ, പിന്നെ നമ്മൾ കുറച്ച് എതിർത്തൊക്കെ വേണ്ടേ ആരെങ്കിലും. അതുകൊണ്ട് എടാ ലിവർപൂൾ വി ആർ 2 points ahead, 3 points ahead ഓഫ് സിറ്റി. അതുകൊണ്ട് എന്റെ ജസ്റ്റിഫൈഡ് ആണ്. പക്ഷെ നീയാണ് ഇനി ജസ്റ്റിഫിക്കേഷൻ വരണ്ട്. വൈ സിറ്റി? എന്തുകൊണ്ട് നിനക്ക് സിറ്റി ജയിക്കുമെന്ന് തോന്നുന്നു? അതൊക്കെ അങ്ങനെ എന്റെ ഇൻഡ്യൂഷൻ എങ്ങനെ പറയും. ഞാൻ ഈ കളികളൊക്കെ കഴിയുമ്പോൾ നിനക്ക് ഒരു ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ട്രോഫി ക്ലോപ്പിന്റെ സെൻഡ് ഓഫ് പ്രോപ്പറായിട്ട് കൊടുക്കണമെങ്കിൽ പ്രീമിയർ ലീഗ് ആണ്. മനസ്സിലായാലേ? സോ പ്രീമിയർ ലീഗ് ആയിരിക്കും എപ്പോഴും ഒരു ഫോക്കസ്. അതർ ദാൻ ദാറ്റ് അതർ ട്രോഫീസ് ഡോണ്ട് റിയലി മാറ്റർ. ബട്ട് കുറച്ച് സമയത്ത് ഞങ്ങൾ മാത്രമല്ലടാ ക്വാഡ്രിപ്പിളിന് വേണ്ടി ഫൈറ്റ് ചെയ്തുള്ളൂ. അത് മതി. ഓ വലിയ കാര്യം. അല്ല, ഞാൻ ഒബ്സർവ് ചെയ്ത 2 കാര്യം പറയാം. എനിക്ക് തോന്നിയ കാര്യമാണ്. ഒബ്വിയസ്ലി ഫിക്സ്ചർ എടുത്തു നോക്കുകയാണെങ്കിലും കോമ്പറ്റീഷൻസ് എന്നുള്ള പ്രഷർ എടുത്ത് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ലിവർപൂളിനാണ്. പ്ലസ് അവർക്ക് ടേബിൾ പൊസിഷനിലും ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൻ്റെ ഒരു റീസൺ ഞാൻ മെയിനായിട്ട് പറയാം. ഇപ്പോൾ ലിവർപൂളിൻ്റെ ഫിക്സ്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്തത് ഷെഫീൽഡ് യുണൈറ്റഡ് ആൻഫീൽഡിലാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്ററിന് ലിവർപൂളിൽ അത്ര ദൂരമില്ല. പിന്നെ അറ്റ്ലാന്റ ഗെയിം വരുന്നത് ഹോമിലാണ്. അത് തീരെ ദൂരമില്ല. അത് തീരില്ല. പിന്നെ ക്രിസ്റ്റൽ പാലസ് ഹോം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് അറ്റ്ലാന്റ അവേ പറയുന്നതാണ് ആകെ വരുന്ന ട്രാവൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ ഇത്രയും ഒരു ഫിക്സ്ചർ കൺജഷൻ. ഇപ്പൊ ഇതേ സമയം ഞാനിപ്പോ ഈ പറഞ്ഞ ഈ 3 ഗെയിമിന്റെ ഇടയിൽ തന്നെ 4 ഗെയിമിന്റെ ഇടയിൽ ആർസണലിനും സിറ്റിക്കും ഗെയിംസ് തമ്മിലുള്ള ടൈമും കുറവാണ്, ലൈക്ക് ഗ്യാപ്സും കുറവാണ്, അവർക്ക് ട്രാവലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മാൻ സിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം അവർക്ക് അഗെയിൻ റിയൽ മാഡ്രിഡ് സാന്റിയാഗോ ബെർണബോയിൽ പോകണം.
തിരിച്ചു വരണം, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ ആൻഡ് കമ്പയർ ടു ലിവർപൂൾസ് ഫിക്സ്ചേഴ്സ് മേ ബി ഡിഫിക്കൽട്ട് ഫിക്സ്ചേഴ്സ് ആണെന്ന് പറയാം ആർസണലിനും മാൻ സിറ്റിക്കും ഈ ഒരു ഷോർട്ട് ടേമിൽ. എന്ന് വെച്ചാൽ ഈ UCL ഗെയിംസിന് ഇടയിലുള്ള ഫിക്സ്ചറിനെ പറ്റിയ കാരണം അത് വളരെ ക്രൂഷ്യലാണ്. ലിവർപൂളിന് യൂറോപ്പ എന്നുള്ളതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. ബട്ട് ഫോർ ആർസണൽ ആൻഡ് സിറ്റി പ്രീമിയർ ലീഗിന്റെ അത്ര തന്നെ മേ ബി നോട്ട് ഫോർ ആർസണൽ മച്ച്, ബട്ട് അറ്റ്ലീസ്റ്റ് ഫോർ സിറ്റി UCL ആൻഡ് പ്രീമിയർ ലീഗ് രണ്ടും അവരിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആണ് അല്ലേ, അങ്ങനത്തെ ഒരു ടോപ്പ് ടീമായുണ്ട്. സോ ആ ഒരു പ്രഷർ വൈസ് ആണെങ്കിൽ സ്ക്വാഡിന് ഉണ്ട്. ഫിക്സ്ചർ കൺജഷൻ നോക്കുകയാണെങ്കിൽ സ്ക്വാഡിന് ആ ഒരു പ്രഷർ ഉണ്ട്. ആ ഒരു രീതി നോക്കുമ്പോൾ ഐ തിങ്ക് ലിവർപൂളിന് ആ ഒരു ചെറിയൊരു എഡ്ജ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് ഗെയിംസ് ആൻഡ് ടൈം ലൈൻ. എസ്പെഷ്യലി ഇത് ക്രൂഷ്യല. കാരണം ഡാർവിന് എന്താ അറിയോ, ഡാർവിൻ 90 മിനിറ്റ് കളിക്കില്ല. ഡാർവിന് ഈ ഒരു റണ്ണില് അധികം ഫറ്റീഗ് വരാണ്ട് സംരക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. കാരണം സാല തിരിച്ചു വന്നു. സാല ഒബ്വിയസ്ലി ഹിൽ പ്ലേ എവറി ഗെയിം ആൻഡ് ഹീസ് എ ബീസ്റ്റ്. പക്ഷേ ബാക്കിയുള്ള കീ പ്ലേയേഴ്സിന് ആ ഒരു ടൈം മാനേജ് ചെയ്യുക. ജോട്ട തിരിച്ചു വരുന്നേ ഉള്ളൂ. സോ ജോട്ടനെ അങ്ങനെ അധികം കളിപ്പിക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ലിവർപൂളിന് കുറച്ചും കൂടെ റിലേറ്റീവ്ലി എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കമ്പയർഡ് ടു അതർ ടീംസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ പറ. നീ ഇങ്ങനെ ഡിസ്റ്റൻസ് വെച്ച് അനലൈസ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടാ. ആടാ അതൊരു വലിയ ഫാക്ടറാണ്. ഇങ്ങോട്ട് പോകാൻ എത്ര ദൂരേ ഉള്ളൂ, ഇവിടെ ഇങ്ങോട്ട് പോകാൻ എത്ര ദൂരേ ഉള്ളൂ. അതുകൊണ്ട് ഇതായിരിക്കും എന്റെ പൊന്നു. എടാ ഫാറ്റീഗ് ഒരു ഫാക്ടറാണ്, ട്രാവൽ ചെയ്ത് വരാന്നുള്ളത്. അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. കാരണം ട്രെയിനിങ് സെഷൻസ് അതിന്റെ ഇടയിലാണ് നടക്കുക, മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഇവിടുന്ന് ഇത്ര ദൂരേ ഉള്ളൂ, ഇവിടുന്ന് ഇത്ര ദൂരേ ഉള്ളൂ. എനിക്ക് ലൈക്ക് ഫിക്സ്ചേഴ്സ് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് ഫാക്ടർ എനിക്ക് തോന്നുന്നു. നീ മാൻ സിറ്റി UCLന്റെ കാര്യം പറഞ്ഞപ്പോ അപ്പൊ അടുത്ത ടോപ്പിക്കിന് നമുക്ക് ഓർമ്മ വന്നത് UCL ക്വാർട്ടർ ഫൈനൽസ് ഡ്രോ വന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ആർസണൽ വേഴ്സസ് ബയൺ, അത്ലറ്റിക്കോ വേഴ്സസ് ഡോർട്ട്മുണ്ട്, റയൽ മാഡ്രിഡ് വേഴ്സസ് സിറ്റി, പാരീസ് വേഴ്സസ് ബാർസലോണ. എന്താണ് നിങ്ങളുടെ തോട്ട്? ഹു വിൽ ഗോ ത്രൂ ടു ദ സെമീസ് ആൻഡ് ഹു വിൽ വിൻ ദിസ് അറ്റ് ദിസ് സ്റ്റേജ്? Obviously റയൽ മാഡ്രിഡ്. ലൈക്ക് who else? തോന്നില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ്. ലൈക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് ലൈക്ക് ഞാൻ പറഞ്ഞത് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ഡോർട്ട്മുണ്ട് ആണ് കളിക്കുന്നത്. അവർ ജയിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനലിൽ പാരീസ് വേഴ്സസ് ബാർസലോണ ആര് ജയിക്കുന്നത് അവരായിട്ടായിരിക്കും കളിക്കാം. പാരീസ് വേഴ്സസ് ബാർസലോണ. സോ ഒബ്വിയസ്ലി ഐ തിങ്ക് അതിൽ പാരീസിനായിരിക്കും കുറച്ചുകൂടി എഡ്ജ് ബാർസലോണ കാട്ടിയും എനിക്ക് തോന്നുന്നു. സോ അത്ലറ്റിക്കോ വേഴ്സസ് പാരീസിനാണ് എഡ്ജ്. കാരണം നീ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആണ്. കാരണം ആ 4 പേരും എന്ന് വെച്ചാൽ PSG, ബാർസലോണ, അത്ലറ്റിക്കോ, ഡോർട്ട്മുണ്ട് 4 പേരും ബോട്ട്ലേഴ്സ് ആണ്. ഐ മീൻ ഹിസ്റ്റോറിക്കലി ദേ ഹാവ് ഓൾവേസ് ഹാഡ് വെരി പുവർ മെന്റാലിറ്റി. ബട്ട് അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി പ്യുവർ ഫിക്സ്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പാരീസിന് തന്നെയാണ് അഡ്വാൻറ്റേജ്. അത് ഒരു പോയിന്റ്. ഐ തിങ്ക് സെമി ഫൈനൽസിൽ വരുമ്പോൾ ഐ തിങ്ക് പാരീസ് ആയിരിക്കും ഫൈനലിൽ ഒരു കാൻഡിഡേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് സെമി ഫൈനലിൽ പുറത്താവാൻ ചാൻസ് ഉണ്ട്. നിന്റെ ഒരു ബോൾഡ് പ്രഡിക്ഷൻ ആണ്, അതിന് നമുക്ക് മാനിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഡിയോഗോ സിമിയോണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോച്ചാണ്. സോ പുള്ളിയുടെ അടുത്ത് ചില സമയത്ത് ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് കൂട്ടിക്കടിച്ചിട്ട് വിട്ടാ പുള്ളി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡോർട്ട്മുണ്ട് ജയിക്കണ കാണാനാണ് ഇഷ്ടം. പക്ഷെ നീ റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞു, റിയൽ മാഡ്രിഡ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് അല്ലേ പാത്ത്? മാൻ സിറ്റിനായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ അത്ര എളുപ്പത്തിൽ? ലൈക്ക് കൺസിഡറിങ് ആ ഡിഫൻസിലെ ഇഞ്ചുറി ഇഷ്യൂസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ മാൻ സിറ്റിനായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. അതൊക്കെ സിമ്പിളായി ജയിക്കും, നീ നോക്കടാ. എനിക്ക് അത്ര പ്രതീക്ഷയില്ല. പിന്നെ അവൻ ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചല്ലോ, നീ കണ്ടില്ലേ? ജൂഡൊക്കെ കത്തി നിൽക്കുക. അവൻ വിന്നിംഗ് ഗോൾ അടിച്ചു ഇംഗ്ലണ്ടിന് വേണ്ടി. വിന്നിംഗ് ഗോൾ അല്ല, സോറി, ടൈ ആക്കി. അല്ല, ഞാൻ റിയലിസ്റ്റിക്കലി പറയാം. ഞാൻ ആസ് എ റിയൽ മാഡ്രിഡ് ഫാൻ ഞാൻ പറയുന്നില്ല. ഞാൻ ആക്ച്വലി
ഒബ്ജക്റ്റീവ്ലി ഞാൻ പറയാം. ഓക്കെ, ആദ്യത്തെ രണ്ട് മെയിൻ ടീംസ്, അപ്പൊ PSG യുടെ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ദർ ഇസ് ആർസണൽ, ബയേൺ ആൻഡ് റിയൽ മാഡ്രിഡ്, സിറ്റി. ഫസ്റ്റ് ഗെയിം ആർസണലിന് ഹോമാണ്. ഓക്കെ, അതേപോലെ തന്നെ റിയൽ മാഡ്രിഡിന് ഹോമാണ്. ഒബ്വിയസ്ലി ഇൻ റിയൽ മാഡ്രിഡ് ആൻഡ് മാൻ സിറ്റി ഫിക്സ്ചർ സിറ്റി ഹാസ് ദ എഡ്ജ് ബിക്കോസ് കാരണം അവർക്ക് സെക്കൻഡ് മാച്ചാണ് അവേ വരുന്നത്. ബട്ട് സിറ്റിക്ക് ഉള്ള അതിൻ്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ഗെയിംസ് ആൻഡ് ഫറ്റീഗ് എന്നുവെച്ചാൽ ഫിക്സ്ചർ കൺജഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു മൊത്തം ടൈം ലൈൻ എടുക്കുകയാണ് 10th April to 18th. വളരെ ഏത് സിറ്റിക്ക് ഒരു ഗെയിമല്ലേ ഉള്ളൂ. ക്രിസ്റ്റൽ പാലസ് ലൂട്ടണും രണ്ടും ഇല്ലേ സിറ്റിക്ക്? ക്രിസ്റ്റൽ പാലസ് ഇതിന് മുമ്പാണ്, അത് കഴിഞ്ഞിട്ട് ലൂട്ടൺ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ലൂട്ടൺ മാത്രമേ ഉള്ളൂ അതിന്റെ ഇടയ്ക്ക്. ആണോ? ഓക്കെ, എങ്കിൽ ഐ മീൻ ഈ ഫിക്ചേഴ്സിന്റെ ഇടയ്ക്ക് കേട്ടോ, അതിന്റെ മുമ്പാണ് ക്രിസ്റ്റൽ പാലസ്. Like 16th Crystal Palace, and they have 4 days for Real Madrid. After that 3 days for Luton, and then after that 5 days for Real Madrid. So അതിന്റെ ഇടയിൽ ലൂട്ടൺ മാത്രമേ വരൂ. ഓക്കെ, ലൂട്ടൺ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. ദെൻ ഐ വാസ് റോങ്. ഐ തോട്ട് ക്രിസ്റ്റൽ പാലസും അതിന്റെ ഇടയിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല. ദെൻ ഐ തിങ്ക് സിറ്റി ഹാസ് ദ എഡ്ജ് ബിക്കോസ് അവർക്ക് സെക്കൻഡ് ഗെയിം ആ ഒരു തിരിച്ചു വരാനുള്ള ഒരു ഇത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഞങ്ങൾക്ക് റയൽ അവർ വരുന്ന സമയത്ത് നന്നായി കളിക്കേണ്ടി വരും. നല്ല, കാരണം ഡിഫെൻസീവ്ലി ദേ ആർ ബെറ്റർ. അതാണ് എനിക്ക് ആകെയുള്ള ഒരു വറി. നമ്മുടെ അറ്റാക്ക് ബെസ്റ്റ് ആണ്, അതിലെനിക്കൊരു ഡൗട്ടും ഇല്ല. ഈവൻ സിറ്റിനേക്കാളും ഞങ്ങളുടെ അറ്റാക്കാണ് അടിപൊളി. ഞങ്ങൾ കളിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം. സിറ്റിനെ പോലെ കൺസർവേറ്റീവ് അറ്റാക്ക് ഒന്നുമല്ല. ലൈക്ക് വെൻ വി അറ്റാക്ക് വി ഗോ ഓൾ ഔട്ട്. ആർസണൽ, ബയേൺ പറയിപ്പിക്കല്ലേ? എന്ത് റയൽ സിറ്റിയാ? അല്ല, ഞാൻ പറയാ സിറ്റിയെ ഉറക്കം വരുത്തിപ്പിക്കുന്ന അറ്റാക്കാണെന്ന്. നീ അതിനെ പറ്റി ഒന്നും പറയല്ലേന്ന്. എനിക്ക് ആർസണലിലെ കളി കണ്ടിട്ട് തന്നെ കരയാമെന്ന്, സങ്കടം വന്ന്. എടാ, ആർസണലിൽ ഞാൻ അങ്ങനെ കളിക്കും, പക്ഷെ ആർസണലിൽ അത്യാവശ്യം നന്നായി ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് ഹാഫ് ഒരു 15 to 20 minutes എല്ലാവരും നന്നായി അറ്റാക്ക് ചെയ്യാൻ നോക്കി, ബട്ട് ഒന്നും നടന്നില്ല. ആർസണൽ വേഴ്സസ് ബയേൺ, അത് ബയേൺ ജയിക്കാൻ കാരണം എക്സ്പീരിയൻസ്, UCL എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി. ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ ആർസണലിന്റെ പെർഫോമൻസസ് UCL കാണാറുണ്ട്. ഐ ഡോണ്ട് നോ, സംഹൗ ദേ ആർ പുവർ. അതിനിപ്പോൾ അവർ ക്വാർട്ടർ ഫൈനലിൽ മാറ്റിക്കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയില്ല. എന്തോ സംതിങ് ഈസ് ഓഫ്. ലൈക്ക് അവർ പ്രീമിയർ ലീഗിൽ 5-ഉം 4-ഉം 4-0 5-0 ലീഡായിരിക്കും പല ടീംസായിട്ട്. ഇതിൽ പോകുമ്പോൾ പോർട്ടോനെതിരെ തന്നെ അവർ സ്ട്രഗിൾ ചെയ്യായിരുന്നു കഴിഞ്ഞ തന്നെ. അതാ എക്സ്പീരിയൻസിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ലൈക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒക്കെ യങ് പ്ലേയേഴ്സ് അല്ലേ ആർസണലിന്റെ, വളരെ യങ് പ്ലേയേഴ്സാ. ലൈക്ക് അതിൽ ആരാ ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള ജോർജിനോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. റയൽ ജയിച്ചില്ലെങ്കിൽ ബയേൺ ജയിക്കടാ, എനിക്കതാ തോന്നുന്നു. റയലിന് കിട്ടിയില്ലെങ്കിൽ എന്തായാലും ബയേൺ ആയിരിക്കും. അവർക്ക് ബുണ്ടസ് ലീഗ് ഇല്ല, അപ്പൊ അവരുടെ മെയിൻ ഫോക്കസ് UCL മാത്രമേ. എനിക്ക് പിന്നെയും ഒരു ബയേൺ വേഴ്സസ് പാരീസ് ഫൈനലാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. ആൻഡ് ഒബ്വിയസ്ലി I think this time Mbappe will win it for Paris. I'm going with Paris Saint-Germain. ഞാൻ പറയുന്നു റയൽ അല്ലെങ്കിൽ ബയേൺ ആൻഡ് ഹാരി കെയ്ൻ വിൽ വിൻ ദ ബാലൻ ദിയോർ. അതെങ്ങനെയുണ്ടാ? അത് കൊള്ളാം. പക്ഷെ ഞാൻ ആദ്യം UCL തുടങ്ങുമ്പോൾ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാർസലോണയ്ക്ക് നല്ല ചാൻസ് ഉണ്ടെന്ന്. അറിയാൻ പറ്റില്ല, ചിലപ്പോ ബാർസലോണയ്ക്ക് എങ്കിൽ അല്ല, അതിന്റെ ഒരു ബോൾഡ് പ്രഡിക്ഷൻ ആയിരുന്നു. അതിന്റെ ഒരു ബോൾഡ് പ്രഡിക്ഷൻ ആയിരുന്നു. കാരണം ലൈക്ക് ഒരു അനാലിസിസും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു ബാർസലോണയ്ക്ക് ചാൻസ് ഉണ്ട്. ബട്ട് ഇപ്പൊ ഒരു അനാലിസിസ് വെച്ച് പറയുകയാണെങ്കിൽ പാരീസ്. സോ എന്റെ 2 ഓപ്ഷൻസ് ആണ്. ആദ്യം പാരീസ് ജയിക്കും, അത് ജയിച്ചില്ലെങ്കിൽ ചിലപ്പോ ബാർസലോണ ജയിക്കും. അത്ലറ്റിക്കോ പറയാത്തടാ അപ്പോഴും. എടാ അവന് ഇഷ്ടമുള്ള പറയട്ടടാ. എനിക്ക് മനസ്സിലായി, ഇവൻ ഫുൾ സൈക്കോളജിക്കൽ മൂവാ. ഇവനുണ്ടല്ലോ കോളിലുള്ളപ്പോ ഇവൻ എന്നോട് പറഞ്ഞു ബാർസലോണ ജയിക്കുവടാ, ബാർസലോണ റിയലിനെയും പൊട്ടിച്ച് ജയിക്കും, ഫൈനലില് എൽ ക്ലാസിക്കോ ഫൈനലിൽ വരും, എന്നിട്ട് ബാർസലോണ വമ്പൻ ലീഡിന് ജയിച്ചിട്ട് UCL അടിക്കുന്ന നോക്കിക്കോ, ലാമിൻ യമാല് മാൻ ഓഫ് ദ മാച്ച്. ഇങ്ങനെയൊക്കെ അവൻ എന്നോട് കോളി പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ധൈര്യം ഉണ്ടെങ്കിൽ റെക്കോർഡിംഗിൽ ഇത് പറയടാന്ന്. ഞാൻ നിനക്ക് ഡെലൂഷനുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡോക്ടർമാരുടെ പേര് എഴുതി തരാം. ഞാൻ പറയട്ടെ, അഥവാ PSG വേഴ്സസ് ബാർസ, അതിൽ ബാർസലോണ ജയിച്ചു. അത്ലറ്റിക്കോ വേഴ്സസ് ഡോർട്ട്മുണ്ട്, അതിൽ അത്ലറ്റിക്കോ ജയിച്ചു. അപ്പോ ബാർസ വേഴ്സസ് അത്ലറ്റിക്കോ, അതിൽ ബാർസലോണ ജയിക്കും.
അത് ശരിയാ. ജയിച്ചു തന്നെ. അത് ഇനി ശരിയാ. അടുത്തത് പറ. അടുത്ത ബയേൺ, ആർസണൽ, സിറ്റി, റയൽ. ഇതിൽ ആരായിട്ട് ജയിക്കും? അവിടെ ആര് വന്നു കഴിഞ്ഞാലും അതിൽ ആരായിട്ട് ബാഴ്സലോണ ജയിക്കും? ജയിക്കോ ഇല്ലയോ എന്നുള്ളത് അതിൽ toss ആരായിട്ട് ഇട്ട് നോക്കാം. ജയിക്കും? അത് അതും നമുക്ക് കൂടെ toss പറയാം. ഇട്ട് നോക്കാം. പക്ഷേ ഹുക്ക് കിട്ടുമായിരുന്നു, ഇവൻ പറയുന്നില്ല. ഇതിലൊരു കാര്യം ഉം. പറയാനുണ്ടായിരുന്നത്, UCL മൊത്തം ഉം. സ്പാനിഷ് ഡോമിനൻസ് ആണല്ലോടാ. വേർ ഇസ് ദ പ്രീമിയർ ലീഗ്? ഓ, നീ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയിൽ സ്പാനിഷ് ഡോമിനൻസും കയറ്റിക്കൊണ്ടെന്നാ. ഓ, എവിടെ നിന്ന് വരുന്നു എടാ, ഇതിലേക്ക്? ഉള്ള 4 Obviously, കോച്ചസ് ഹിസ്റ്റോറിക്കലി അങ്ങനെയാണ്. ആ, ഈ പ്രീമിയർ ലീഗ് വെറും ഹൈപ്പും കാശൊക്കെ ഉള്ളൂ. ഉവ്വ ഉവ്വ ഉവ്വ, ഉവ്വേ ഉവ്വേ. ഫോറിൻ പ്ലെയേഴ്സിനെയും ഫോറിൻ കോച്ചസിനെയൊക്കെ കൊണ്ടുവന്ന് ആഹാ. അവർക്ക് നല്ല മീഡിയ ഇതുണ്ട്, റീച്ച് ഉണ്ട്. അതുകൊണ്ട് ഉഹും. പക്ഷെ ക്വാളിറ്റി, ടാക്ടിക്കൽ പ്ലേ നോക്കടാ. അത് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ സ്പെയിനിൽ നിന്ന് ഉണ്ടായെന്ന് പറയാം. സ്പാനിഷ് ലീഗിന്റെ അടുത്ത് പോലും വരില്ല. ആർക്കെന്ന് വേണ്ടി പറയണോ? റിയൽ മാഡ്രിഡ്, ബാഴ്സലോണ, അത്ലറ്റിക്കോ. ഇതിന്റെ അപ്പുറത്തേക്ക് ഇല്ല കേട്ടോ. റിയൽ മാഡ്രിഡ്, ബാഴ്സലോണ, അത്ലറ്റിക്കോ, ഇതിന് 3ന്റെ അപ്പുറത്തേക്ക് ഇല്ല ആ ടാക്ടിക്കൽ പ്ലേ. അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. എടാ, അങ്ങനെ പറയണം. ആർസണലിന്റെ കോച്ചാരാ? പിന്നെ കറപ്റ്റ് ആയിട്ടുള്ള ഒരു ലീഗും. ഓ, നിങ്ങളുടെ എടാ, അവൻ ചോദിച്ചതിന് പറ. ആർസണലിന്റെ കോച്ച് ആരാ? ആർസണലിന്റെ കോച്ച് മിക്കൽ ആർട്ടറ്റ. മിക്കൽ ആർട്ടറ്റ എവിടുന്ന് വന്ന ആളാ? സ്പെയിൻ. എവിടുന്ന് ഏത് അക്കാഡമിന്ന് പഠിച്ച ആളാ വന്ന ആളാ? എവിടുന്ന് പഠിച്ചു വന്ന ആളാ? മിക്കൽ ആർട്ടറ്റ ഏത് അക്കാഡമി? അതെനിക്കറിയാൻ പാടില്ല. എനിക്കറിയില്ല. സ്പെയിൻ തന്നെ. സ്പെയിനായിരിക്കും ഒബ്വിയസ്ലി. പക്ഷേ സിറ്റിയുടെ മാനേജർ പെപ് ഗാർഡിയോള. പെപ് ഗാർഡിയോളാണ്. എവിടുന്ന് പഠിച്ചു വന്ന? ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ലെജൻഡറി മാനേജേഴ്സ് ആയിട്ടുള്ള യാൻ ക്രൂയിഫ് നെതർലാൻഡിൽ നിന്നാണ്. അതുപോലെ തന്നെ യർഗൻ ക്ലോപ്പ് ജർമ്മനിയിൽ നിന്നാണ്. തോമസ് തുഷൽ ജർമ്മനിയിൽ നിന്നാണ്. അതുകൊണ്ട് ജർമ്മൻ ടീംസ് ഒക്കെ സൂപ്പർ ആണെന്ന് പറയാൻ പറ്റും. വാട്ട് ഇസ് ദ ലോജിക് ബിഹൈൻഡ് ദിസ്? അതല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പല ടാക്ടിക്സും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നീ പറഞ്ഞ ഗഗൻ പ്രസ്സിങ്ങിന്റെ ലൈക്ക് ഇൻസ്പിറേഷൻ തന്നെ വന്നത് തന്നെ സ്പാനിഷ് ലീഗ്സിൽ, എസ്പെഷ്യലി നോർത്തേൺ സ്പെയിനിൽ പണ്ട് കളിച്ചിരുന്ന അഗ്രസീവ് പ്രസ്സിംഗിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അതിന് ഇൻസ്പിറേഷൻ ആയിട്ടാ പല അക്കാഡമി ലെവലിൽ ഉണ്ടാവുന്ന പല ചേഞ്ചസും പല എവല്യൂഷൻസും ടാക്ടിക്കലി തുടങ്ങിയ പല കാര്യങ്ങളും സ്പെയിനിൽ നിന്നാണ് തുടങ്ങിയത്. എപ്പോഴും ഒരു മിസ്കൺസെപ്ഷൻ സ്പെയിന് പറഞ്ഞ പൊസിഷൻ ബേസ്ഡ്. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. എടാ നീ നോക്ക്, പ്രൈം ലാലിഗയുടെ അത്ര പ്രൈം ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള ഏതാ പിന്നെ ഉള്ളത്? എടാ, ഈ പ്രൈം ലാലിഗ എന്ന് പറയുമ്പോ നീ എടാ ഇറ്റ്സ് എ ലീഗ് ഓഫ് 3 or 4 ടീംസ്. നോ, ആര് പറഞ്ഞു? എടാ, യൂറോപ്പ ലീഗ് ഡോമിനേറ്റ് ചെയ്തത് ഫുൾ സ്പാനിഷ് ടീംസാ. UCL ഡോമിനേറ്റ് ചെയ്തത് ഫുൾ സ്പാനിഷ് ടീംസ്. എല്ലാ ലൈക്ക് വേർ ഇസ് ദ കോമ്പറ്റീഷൻ? ഐ ഡോണ്ട് സീ ഇറ്റ്. എടാ, നിങ്ങളൊരു ടീമിന്റെ ഇതാണ് ഈ സ്പാനിഷ് ലീഗും ഇംഗ്ലീഷ് ലീഗും കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ UCL UEFA വെച്ചിട്ട് ആ ലീഗിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ നോക്കല്ലേ? UEFA UCL എന്നൊക്കെ പറഞ്ഞ ഒരു ഇപ്പൊ ടോപ്പ് ലീഗ് പ്രീമിയർ ലീഗ് തന്നെയാണ് എല്ലാ മെട്രിക്സ് വെച്ച് നോക്കുകയാണെങ്കിലും. ദ കോമ്പറ്റീഷൻ ഇൻ ദ ലീഗ് നോക്കിക്കോ, പ്രീമിയർ ലീഗ് ആണ്. പറയാൻ കാരണം ഞാൻ പറയട്ടെ. ഒന്നാമത് അതിന്റെ അടിപൊളി ആയിട്ടുള്ള ഇതാണ് മീഡിയ ഇൻഫ്ലുവൻസ്. 2 അതിന്റെ അവര് ടെലികാസ്റ്റ് ചെയ്യുന്ന ടൈം, ഇന്ത്യയിലേക്ക് വേണ്ടി മാത്രം ടെലികാസ്റ്റ് ചെയ്യുന്ന ടൈം, അതൊക്കെ ഇത് അവര് കളിക്കുന്ന ടൈം നോക്കിയാൽ മതി. ഇവൻ എന്തൊക്കെയാ ഇന്ത്യയും UK ഏകദേശം 2.5 hours ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അല്ല, അവർക്ക് കാശുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് മുന്നിലായിരുന്നു ബാക്കിയുള്ള ലീഗ്സിനെക്കാൾ. അതുകൊണ്ട് തന്നെ ഫോറിൻ ടാലന്റിനെ പെട്ടെന്ന് അവർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. Maybe we divide the money between our teams very well rather than giving all those to 1 or 2 teams, right? അതിന് നിങ്ങൾക്ക് എല്ലാ കൂടുതൽ സ്പോൺസേഴ്സ് പുറത്തുനിന്നുള്ള ആൾക്കാർ തന്നെയല്ലേ, ഇംഗ്ലീഷുകാരല്ലല്ലോ. ദാറ്റ് ഡസന്റ് മാറ്റർ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലീഗിന്റെ ക്വാളിറ്റിയാണ്. അതിൽ എന്ത് വേണമല്ലോ ആഫ്റ്റർ നിങ്ങളിപ്പോ അതില് സ്പാനിഷ് കോച്ചല്ലേ കൂടുതലുള്ളത്, ടാക്ടിക്സ് ഒക്കെ സ്പെയിനിൽ നിന്നുള്ള കോപ്പി അടിക്കുന്നത്. ഇറ്റ് ഡസന്റ് മാറ്റർ. ജർമ്മനിയിൽ നിന്ന് വന്നാലും സ്പാനിഷ് വന്നാലും അവസാനം ഒബ്വിയസ് ഇറ്റ്സ് അബൌട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആൻഡ് ലാ ലീഗ. ആൻഡ് ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇസ് ഐ തിങ്ക് ഫാർ ബെറ്റർ ഇൻ ടേംസ് ഓഫ് എന്റർടൈൻമെന്റ്, പ്യുവർ എന്റർടൈൻമെന്റ്, കോമ്പറ്റീഷൻ. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഹാർട്ട് എന്നൊക്കെ പറയാം. വേറൊരു ക്വസ്റ്റ്യൻ കൂടി. ഞാനൊരു റീസെന്റ് ഫുട്ബോൾ ഫാനാണ്. അപ്പൊ അതിന്റെ ഒരു
ഒരു നോളജ് ഇല്ലായ്മ ഉണ്ടാവാം. ബട്ട് എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നു. പക്ഷെ ഇംഗ്ലണ്ട് സ്ട്രഗിളിങ്, ഇത്രയും ടാലൻസ് ഉണ്ടായിട്ട് ഇംഗ്ലണ്ടിന് നാഷണൽ ടീം നോക്കിക്കഴിഞ്ഞാൽ വൺ റീസൺ എടാ അതന്നെ പറഞ്ഞത്. അത് വേറെ റീസൺ, സൗത്ത് ഗേറ്റ് വേറെ റീസൺ. ഇപ്പൊ ഗുലാം പറഞ്ഞ പോയിന്റ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഇവൻ പറഞ്ഞ പോലെ ഫോറിൻ ടാലൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടീംസ് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടായിരിക്കാം ലൈക്ക് അത്രയും പെർഫോമൻസ് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റേജിൽ കാണുന്നത്. ഈ ഒരു ജനറേഷൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അതൊരു റീസൺ അല്ല. എടാ ഇതിലും അടിപൊളി ജനറേഷൻ ഉണ്ടായിട്ടില്ലേ? നോക്ക്, ബെക്കം, ജെറാഡ്, ലംബാർഡ്, റൂണി, ഇവരൊക്കെ ആയിരുന്നു ഒരു സമയത്ത് മിഡ്ഫീൽഡും അറ്റാക്കും ഭരിച്ചിരുന്നത്. മനസ്സിലായി? എന്നിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? അതിന് മുമ്പ് വേൾഡ് കപ്പ് അടിച്ച ടൈമും അടിപൊളി സ്ക്വാഡായിരുന്നു. അത് ശരിയാണ്. ഓക്കെ, ബോബി മൂർ ആ ടൈമൊക്കെ. സോ ഞാൻ പറഞ്ഞല്ലേ, ഒരു ടീമിന്റെ ക്വാളിറ്റി എപ്പോഴും ഒരു നോക്കൗട്ട് സ്റ്റേജിൽ കളിക്കുന്ന ഒരു ഗെയിംസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആരാണതിൽ മാനേജ് ചെയ്യുന്നോ അല്ലെങ്കിൽ അതിന് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവരെന്താ നാഷണൽ ടീമിൽ കപ്പടിക്കാത്ത ലീഗിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലീഗിനെ നമ്മൾ പ്യൂറായിട്ട് നോക്കണം. അല്ല, അതിപ്പോ നീ സ്പെയിനെ പറ്റി പറഞ്ഞോ, സ്പെയിൻ പ്ലേസ് ബോറിംഗ് ഫുട്ബോൾ. നാഷണൽ ടീം അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് സ്പാനിഷ് ലാലിഗയിലെ ടീം എന്നാ പറഞ്ഞത്. സ്പെയിൻ പ്ലേസ് ഇതെന്നല്ല. ഞാൻ ലാലിഗ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നത് സ്പെയിൻ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിച്ചുള്ളൂ. ഞാൻ പറഞ്ഞത് സ്പാനിഷ് ടീംസ് എന്നാണ് ഉദ്ദേശിച്ചത്, സ്പെയിൻ എന്നല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, ശരി. എടാ അങ്ങനെ സ്പെയിൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ചെടുക്കുന്നു. ഈ ഒരു റീസെന്റ് 5 years ആയിട്ട് മോശമായിരുന്നു. ബട്ട് അതിനു മുമ്പ് സെവില്യ ആണെങ്കിലും വലൻസിയ, അവരൊക്കെ നല്ല കളി, നല്ല ടീംസ് തന്നെയായിരുന്നു. ഇങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, നമുക്ക് അടുത്തയിലോട്ട് പോവാം. കോമഡിയാ ടോപ്പിക് ഒക്കെ നമുക്ക് എടുത്ത് മാറ്റിക്കളയാം. നീ എന്താ അങ്ങനെ ടോപ്പിക് ഇടാൻ കാരണം ടിൻഡു? നീ പറ. ഹാലൻഡ് ഈസ് നോട്ട് എ ബിഗ് ഗെയിം പ്ലെയർ എന്ന് ടോപ്പിക് ഇടാൻ കാരണം എന്താ? നീ പറ. കാരണം പെർഫോമൻസ്, അങ്ങനത്തെ ക്രൂഷ്യൽ ഗെയിംസ്, ഇമ്പോർട്ടന്റ് ഗെയിംസിലുള്ള പെർഫോമൻസ്. ഇപ്പൊ എംബാപ്പേനെ പോലെയുള്ള, ഇപ്പൊ എംബാപ്പെ ഹാലൻഡ് ആണല്ലോ മോസ്റ്റ്ലി കമ്പാരിസൺ നടക്കുന്നത്. എംബാപ്പെ എന്ന് പറയുന്നത് ഇപ്പം ഒരു ടീമിനെ ഒറ്റക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പവർ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ആ ഒരു ചാൻസ് ക്രിയേഷൻ, പിന്നെ കുറച്ചും കൂടി ടീമിനുള്ള ഇമ്പാക്ട് കുറച്ചും കൂടി കൂടുതലാണ് എംബാപ്പയ്ക്ക്. ആ ഒരു കമ്പാരിസൺ ഇപ്പൊ നടക്കുന്നുണ്ട്. വെറും സ്റ്റാറ്റ്സ് പ്രകാരം മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹാലൻഡാണ് മുമ്പിലുള്ളത്. ബട്ട് എംബാപ്പയുടെ ആ ഒരു ഇൻഫ്ലുവൻസ്, ഇപ്പോ അർജന്റീനക്കെതിരെയുള്ള ഫൈനലിലായാലും അങ്ങനെ ബിഗ് ഗെയിംസിലായി കഴിഞ്ഞാൽ മെന്റാലിറ്റി, പിന്നെ ചാൻസ് ക്രിയേഷൻസ്, അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ ബാക്കി ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഗെയിംസും UCL ഫൈനൽസും ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ ആയിട്ട് ഇപ്പൊ ആർസണലിനെതിരെയുള്ള കളി, അങ്ങനെ വലിയ ടീമിനെതിരെയുള്ള കളിയിൽ ഹാലൻഡിന്റെ സ്കോറിങ്, ഗോൾ സ്കോറിങ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ടാ പറഞ്ഞത്. അല്ല, ആക്ച്വലി എംബാപ്പെ വേഴ്സസ് ഹാലൻഡ് എന്ന് പറയുന്നത് വളരെ മോശമായ കമ്പാരിസൺ അല്ലേ? രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പ്ലേയേഴ്സ് അല്ലേ? നടക്കുന്നത് മെയിൻ ഗോൾഡൻ ഇത് ഒരു നടക്കുന്നത് അവരെ രണ്ടുപേരാണല്ലോ മോസ്റ്റ് വാല്യൂഡ്, മാർക്കറ്റ് വാല്യൂലുള്ള പ്ലേയേഴ്സ്. ബെല്ലിംഗം ഉണ്ട്. ഒബ്വിയസ്ലി ബെല്ലിംഗം ഇസ് ദ ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എംബാപ്പയും മേ ബി ഹാലൻഡൊക്കെ ആയിരിക്കും. അതെങ്ങനെ? അതിപ്പോ ശരിയാണ്. അതിലെന്താ സംശയം? ഒരൊറ്റ തല്ലാണ്. Tell me, Bellingham is better than Mbappe. No, I won't tell. I mean, especially ഞാൻ ഈ സീസണിനെ പറ്റിയാ പറയുന്നത്. ഞാൻ 2018 വേൾഡ് കപ്പ് അടിച്ചു, അതൊന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ബെല്ലിംഗം ഏതോ ലീഗിലൊക്കെ ആയിരുന്നു, അതല്ല, ഞാൻ ഈ സീസണിന്റെ കാര്യം പറഞ്ഞു. ഈ സീസണിലും പറയുകയാണെങ്കിൽ മോർ ഇൻഫ്ലുവൻഷ്യൽ, ഇമ്പാക്ട്, he does everything. എന്താ ബെല്ലിംഗമിന് ചെയ്യാൻ പറ്റാത്ത? പക്ഷെ ബെല്ലിംഗം കളിക്കുന്ന റയൽ മാഡ്രിഡിലാണ്. അതിന് എംബാപ്പെ കളിക്കുന്നത് ചെറിയൊരു ടീമാണ്. ഒറ്റയ്ക്കാണ് ആ PSG എന്നുള്ള ടീമിനെ എടുത്തോണ്ട് പോണത്.
ഒന്നുമല്ല, PSG ബാക്കി എല്ലാരും നന്നായി കളിക്കുന്നുണ്ട്. ഇപ്പൊ ആകെ അവര് മോശമായി കളിക്കുന്ന ഡിഫൻസിലാ. 25 ഗെയിമിൽ നിന്ന് 24 ഗോൾ 5 അസിസ്റ്റ്. ആ അതിന് ഏത് പൊസിഷനിലെ എംബാപ്പെ കളിക്കുന്നത്? ഏത് പൊസിഷനിലെ ബെല്ലിംഗം കളി? ബെല്ലിംഗം ഇപ്പൊ ടോപ്പ് സ്കോറർ അല്ല ലാലിഗയിലും ഫ്രം എത്ര മിഡ്ഫീൽഡ്. ഗോളില് നോക്കട്ടെ, ഞാൻ ബെല്ലിംഗാമിന്റെ സീസൺ ഒന്ന് കമ്പയർ ചെയ്തോ. എല്ലാ സീസൺ ഫുള്ള് എടുത്തു നോക്കിയാൽ 20 ഗോൾസും 10 അസിസ്റ്റും ആണ് ഇൻ ഓൾ കോമ്പറ്റീഷൻസ്. എടാ For Bellingham. എംബാപ്പെ റയൽ മാഡ്രിഡിൽ തന്നെ വരേണ്ടത്. നീ എന്താടാ ഇങ്ങനെ എംബാപ്പനെ പറയുന്നത്? ആടാ അവന് എംബാപ്പനെ റയൽ മാഡ്രിഡ് വേണ്ടെന്ന് പറഞ്ഞു. ലാലിഗയിൽ അവന് 16 ഗോൾസ് ആൻഡ് 4 അസിസ്റ്റ് ആണുള്ളത്. നോട്ട് എടാ, നീ 20. UCL 20 സീസൺ UCL ഓവറോൾ 20 ഇൻ ഓൾ കോമ്പറ്റീഷൻസ് എന്നാ ഞാൻ പറഞ്ഞേ. 20 and 10. കോമ്പറ്റീഷൻ എംബാപ്പയുടെ സ്റ്റാറ്റ്സ് കേട്ടോ നീ ഞെട്ടു. അതെ, എടാ ഹീസ് എ വിങ്ങർ, ബെല്ലിംഗം മിഡ്ഫീൽഡർ ആണ്. എന്തൊക്കെയാ അവൻ പറയുന്നത്? എടാ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എടാ ഞാൻ എംബാപ്പെ എന്നുള്ള In പ്ലെയർ their ഇമ്പാക്ട്ഫുൾ അല്ല, എടാ ഇൻ PSG ഇമ്പാക്ട്ഫുൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഈ PSG ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് എംബാപ്പെ. നീ Yes. എന്തോ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ഇൻ ഹിസ് പൊസിഷൻ ബെല്ലിംഗം ഇസ് ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ്. ബട്ട് ലെഫ്റ്റ് വിങ് പൊസിഷൻ That എടുത്താൽ maybe I can agree. യു ആ. ഹാവ് കമ്പാരിസൺസ് അല്ലേ? അതാണ്. ഇൻ അതാ, മിഡ്ഫീൽഡ് that maybe ഡെഫിനറ്റ്ലി I ഈസ് can ദ agree. ബെസ്റ്റ്. എടാ അതാ ഞാൻ പറഞ്ഞേ, ഇപ്പൊ ബെല്ലിംഗോ ഇല്ലെങ്കോ റയൽ മാഡ്രിഡ് ജയിക്കും, പക്ഷെ എംബാപ്പെ ഇല്ലെങ്കിൽ PSG ജയിക്കില്ല. അതാണ് പറഞ്ഞത്. ഞങ്ങള് കഴിഞ്ഞ സീസൺ ബെല്ലിംഗം ഇല്ലാത്തതിന്റെ കുറെ കുറവുണ്ടായിരുന്നു ഞങ്ങക്ക്. അത് ഞാൻ പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്നാലും ടാലൻസ് ഇപ്പൊ ബാക്കി ഉണ്ട് അത്രയും. അതിനെ ബെല്ലിംഗം വന്ന ശേഷം ബാക്കിയുള്ള പ്ലേയേഴ്സിനെ എലിവേറ്റ് ചെയ്ത് ഇത് നമുക്ക് ആ ഗെയിം കണ്ട ഒരു ഗെയിം ബെല്ലിംഗം ഇഞ്ചുറി ആയി ഇന്നാള്. അപ്പൊ തന്നെ ഡൗൺഫോൾ മനസ്സിലായി. സെയിം സ്ക്വാഡ്, ആകെ മാറിയത് ബെല്ലിംഗം മാത്രമാണ് ആ സ്ക്വാഡ്. ആൻഡ് യു ക്ലിയർലി സോ ദ ഡിഫറൻസ്. എനിക്ക് ഓർമ്മ, ഐ തിങ്ക് റയ വാലോക്കാനോന്റെ എതിരെയോ മറ്റായിരുന്നു ആ ഗെയിം. ഞങ്ങൾക്ക് അത് ഡ്രോ പിടിക്കേണ്ടി വന്നു, ജയിക്കാൻ പറ്റിയില്ല. It was 2-2 or something. ഏതാ ടീം ഓർമ്മയില്ല. പക്ഷെ PSG അതും പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞു. ഓക്കെ, ഐ ഡോണ്ട് നോ. അതിപ്പോ സബ്ജക്റ്റീവ് ആണ്. എടാ PSG കളിക്കണ ലീഗ് ഏത് ലീഗിലാ? അതില് ആകെ 2 ടീമുണ്ട് പേര് നന്നായി കളിക്കണ. എന്നിട്ട് അവര് തോക്കുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ മനസ്സിലാക്കിക്കോളെന്നാ പറഞ്ഞത്. ഓക്കെ, യാ ഫെയർ. ഐ മീൻ ഇറ്റ്സ് നിന്റെ ഒപ്പീനിയൻ. സ്റ്റേറ്റ്മെന്റ് ലൈക്ക് എംബാപ്പേനെക്കാട്ടി മുകളിലാണ് ബെല്ലിംഗാമിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞപ്പോ അല്ല, എനിക്ക് അതിനോട് ഈ കൊല്ലം ഒരു ബാലൻഡിയോർ കൊടുക്കുകയാണെങ്കിൽ, ലൈക്ക് ജസ്റ്റ് ഇപ്പൊ ഈ ഒരു നിമിഷം ഞാൻ കൊടുക്കുകയാണെങ്കിൽ, ഹൂ വിൽ ഗെറ്റ് ദ വോട്ട്സ്? ഐ വുഡ് പിക്ക് ബെല്ലിംഗം. വോട്ട്സ് ഒബ്വിയസ്ലി ബെല്ലിംഗാം, കാരണം അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ബെല്ലിംഗാമിന്റെ ഇതിന്. ബട്ട് PSG അത്രയും ചെയ്യുന്നില്ല. PSG ഇതടിച്ചാലോ UCL അടിച്ചാലോ അപ്പോഴോ? ഡെഫിനറ്റ്ലി Okay. ഡെഫിനറ്റ്ലി കിലിയൻ. നോക്കാം. UCL അടിക്കണം, അല്ലെങ്കിൽ കാര്യമില്ല. അതെ. അല്ല അപ്പൊ ബട്ട് യൂറോസ് ഉണ്ട്. ബട്ട് യൂറോസ് നെക്സ്റ്റ് ഇയർ. ഇപ്പൊ വേറെ ആരെങ്കിലും ആണ് ബാലൻ Euro. ഇതടിക്കുന്നത് UCL, ലൈക്ക് റയൽ അടിക്കുന്നില്ല, PSG അടിക്കുന്നില്ല, ബയേൺ അടിക്കുന്നില്ല വിചാരിക്കെ, then who will deserve? ഹാളൻഡ്. സിറ്റി അടിക്കും ബാർസലോണ. അല്ല ദെൻ എടാ യൂറോസ് ഇംഗ്ലണ്ട് അടിക്കുകയാണെങ്കിൽ മേ ബി ഹാരി കെയ്ൻ ആയിരിക്കും, ഓർ മേ ബി ബെല്ലിംഗം. എനിക്കറിയില്ല. വൺ സീസൺ ആണ് മോനെ. പക്ഷെ ഹാരി കെയ്ന് ട്രോഫി ഇല്ല, അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാരി കെയ്ന്റെ ഹാരി കെയ്ൻ എന്തിനും- ഞാൻ ബയേണിനെ ഒഴിവാക്കിയത് UCL അടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ. അത് ശരിയാ. അപ്പൊ ബെല്ലിംഗം പിന്നെ ആയിരിക്കും മിക്കവാറും. ഹാളൻഡിന് ചാൻസ് ഉണ്ടോ അന്നേരം? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹാലൻഡിന് ചാൻസ് ഉണ്ട്. UCL അടിച്ചാൽ ഇല്ല. ഹാളൻഡിന് ഞാൻ പറയട്ടെ, ഹി ഹാസ് നോട്ട് ബീൻ ദ ബെസ്റ്റ് പ്ലെയർ ഫോർ സിറ്റി ദിസ് സീസൺ. ഞാനത് കൃത്യമായിട്ട് പറയും. ഡെഫിനറ്റ്ലി ഇറ്റ്സ് റോഡ്രി ഫോർ മീ, നോ ഡൗട്ട്. റോഡ്രിന്റെ ആ ഒരു കൺസിസ്റ്റൻസി, പെർഫോമൻസ് എല്ലാം നോക്കിയാ റോഡ്രി തന്നെയാണ്. ആളിന് കുറെ ഗോൾസ് ഉണ്ട്. ക്വസ്റ്റ്യൻ, ഇവന്റെ ക്വസ്റ്റ്യൻ റെലവന്റ് ആണ്. ഈസ് ഹാലൻഡ് ബിഗ് ഗെയിം പ്ലെയർ? നോ, ഡെഫിനറ്റ്ലി നോട്ട്. സംതിങ് ഈസ് ഓഫ് ഇൻ ബിഗ് ഗെയിംസ്. എനിക്കറിയില്ല, അതൊരു ജനറലി ഇറ്റ്സ് എ മെന്റാലിറ്റി തിങ്. ബിഗ് ഗെയിം
പെർഫോം ചെയ്യുക എന്ന് പറയുന്ന എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. ഫോർ എക്സാമ്പിൾ പറ്റില്ല. നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്, ഇതിനേക്കാളും നല്ലൊരു എക്സാമ്പിൾ തിയറി ഓൺറി ആയിരുന്നു. സംഹൗ ഫോർ ഫ്രാൻസ് ഇറ്റ് നെവർ ക്ലിക്ക് ഫോർ ഹിം. മൊമെന്റ്സ് ഉണ്ടാവും, And ബട്ട് നെവർ വിനീഷ്യസിന്റെ ഒക്കെ Really? ഏർലി കരിയറിൽ ലൈക്ക് ഇപ്പോഴുള്ളതിനൊക്കെ 2 വർഷം മുമ്പ് അവന് ബിഗ് ഗെയിം പ്ലെയർ അല്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടി ആ റോളിലേക്ക് ഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. മേ ബി ദാറ്റ് വിൽ Yeah. ചേഞ്ച്. ലൈക്ക് ഹാലൻഡ് ചേഞ്ച് ആവാം, അതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാം. കാരണം അങ്ങനത്തെ മെന്റാലിറ്റി അവന്റെ അതിന് കുറവുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അവന്റെ ആ ഒരു കളിയും അവന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ. അല്ലടാ, മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല, അവന്റെ ഡിസിഷൻ മേക്കിംഗ് വളരെ പുവർ ആവാറുണ്ട് ബിഗ് ഗെയിംസിൽ. ആ ഒരു ഇതാണ് പറയുന്നത്. ലൈക്ക് മെന്റാലിറ്റി ഇൻ ടേംസ് ഓഫ് ആരും എഫേർട്ട് ഇടുന്നില്ല, മോട്ടിവേഷൻ, അതല്ല ഞാൻ പറയുന്നത്. പ്രസൻസ് ഓഫ് മൈൻഡ്, മെന്റാലിറ്റി അല്ല, സോറി, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ. മറ്റേ ഇപ്പൊ സോനൊക്കെ നല്ല പ്രസൻസ് ഓഫ് മൈൻഡാ. അവൻ ഏത് കളിയാണെങ്കിലും ഹി വിൽ സ്കോർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ എന്നുള്ള ഒരു കോൺഫിഡൻസ്, ലൈക്ക് ഹീസ് എ വെരി ഗുഡ് ഫിനിഷർ. ആ ഒരു ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഇത് ഹാളൻഡിന് കാണുന്നില്ല. ഹാളൻഡിന് ഒരുപാട് ബിഗ് ചാൻസസ് കിട്ടുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ട്. ആൻഡ് അഗെയിൻസ്റ്റ് ലോവർ ടീംസ് ഹി സംഹൗ ഷൂട്ട്സ് ലൈക്ക് 3 goals 4 goals അങ്ങനെയൊക്കെ. ബട്ട് വലിയ ഗെയിംസ് വരുമ്പോൾ ക്ലിനിക്കൽ ആവണം, കാരണം ഒരു ചാൻസോ 2 ചാൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ അവിടെ അവന്റെ ഡിസിഷൻ മേക്കിംഗ് പുവറാണ്. മേ ബി ഓവർ ടൈം നീ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് കാരണം അത് ഇമ്പ്രൂവ് ആവാൻ പറ്റും, ഡെഫിനറ്റ്ലി. അത് അങ്ങനത്തെ ഒരു സ്കില്ലാണല്ലോ അത്. ലെവൻഡോസ്കി ഒക്കെ നല്ല എക്സാമ്പിൾ ആണ്. Anyway, let's go to the next topic. This is about Jurgen Klopp leaving Liverpool. ഷാബി അലോൺസോ എല്ലാ കോൺട്രാക്റ്റുകളും എല്ലാത്തിനും ഒരു വിരാമം കുറിച്ചിരിക്കുന്നു. He will stay at Bayern Leverkusen, and I think that is a fantastic decision for him, to be honest. Definitely. ആ ഒരു ടീമിലേക്ക് 1 വർഷമായിട്ടുള്ളൂ കയറി വന്നിട്ട് ഇമ്മായൊരു അച്ചീവ്മെന്റ് കിട്ടി. നെക്സ്റ്റ് സീസൺ മേ ബി UCL കളിക്കാൻ പോവാണ്. സോ ആ ഒരു പൊസിഷനിൽ നിന്ന് ആ ടീമിനെ അങ്ങനെ ഒഴിവാക്കി വരിക എന്ന് പറഞ്ഞത് അവരുടെ ഫാൻസിനോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ട് എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. സോ അവൻ്റെ കരിയറിനും ലൈക്ക് അങ്ങനെ ഒരു വളരെ യങ് കോച്ചാണ്. സോ ഹി നീഡ്സ് ദാറ്റ് എക്സ്പീരിയൻസ്. സോ അതുകൊണ്ട് അവൻ്റെ ഡിസിഷൻ ഞാൻ 100% ഐ റെസ്പെക്ട് ദാറ്റ്. ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് ഡിസിഷൻ ഫോർ ഹിം. മേ ബി നെക്സ്റ്റ് സീസൺ വരുമ്പോൾ ഹി ഹാസ് ആൻ ഓപ്ഷൻ കോൾഡ് റിയൽ മാഡ്രിഡ് ഓൾസോ അറ്റ് ദാറ്റ് ടൈം. സോ ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഹു വിൽ റീപ്ലേസ് ജർഗൻ ക്ലോപ്പ്? അവനാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് വരുന്നത് ലിസ്റ്റിലെ ടോപ്പ് അല്ലേ, റൂബൻ അമോറിം അല്ല? അവനാണ്. ബട്ട് ഐ ഡോണ്ട് നോ ഹൂ ഈസ്, ടു ബി ഓണസ്റ്റ്. ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. ഹി ഈസ് സ്പോർട്ടിംഗ് സിപി's മാനേജർ. ലൈക്ക് പഴയ ന്യൂ ഹോസെ മൊറീനിയോ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. They are the investment from the past. അല്ല, പിന്നെ വേറെ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഷാബി അലോൺസോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നെക്സ്റ്റ് സീസൺ UCL വരുമ്പോ ക്യാൻ വി സീ എ പോർട്ടോ, അല്ലെങ്കിൽ ക്യാൻ വി സീ എ റിപ്പീറ്റ് ഓഫ് അയാക്സ് 2019 അറ്റ്ലീസ്റ്റ്? ഐ ആം എക്സ്പെക്ടിങ് അയാക്സ് 2019 നടക്കും. ബട്ട് പോർട്ടോ, മൊറീനിയോസ് പോർട്ടോ അത് നടക്കും എനിക്ക് തോന്നില്ല കേട്ടോ. ഐ മീൻ ഷാബി കേപ്പബിൾ ആണ്, അവർക്ക് ട്രാൻസ്ഫർ വിൻഡോസ് ഉണ്ട്. മേ ബി ഞാൻ ജസ്റ്റ് കാരണം അവർക്ക് ലൈക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഷാബിക്കുള്ളൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഹീ ഈസ് വെരി ഗുഡ് അറ്റ് ഐ തിങ്ക് അഡാപ്റ്റിംഗ് ടു ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. കാരണം പല മാനേജേഴ്സിന്റെ കീഴിലും ടോപ്പ് മാനേജേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാനേജേഴ്സിന്റെ കീഴിൽ കളിച്ച ആളല്ലേ. ആൻഡ് ഒബ്വിയസ്ലി ഹിസ് ഡാഡ് ഓൾസോ വാസ് എ മാനേജർ. ആൻഡ് ചെറുപ്പം തൊട്ടേ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഫുട്ബോൾ മാനേജിങ്ങിനോട്. കളിക്കുന്നത് ഒരു കാര്യമാണ്, ബട്ട് സീയിങ് ഫുട്ബോൾ ആസ് എ മാനേജർ ഇസ് എ ഡിഫറെൻറ്റ് തിങ്, റൈറ്റ്? സോ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് പല മാനേജേഴ്സും പറഞ്ഞിട്ടുള്ളതാണ് ഷാബിനെ പറ്റി. സോ അതാണ് എനിക്കൊരു ഇതായിട്ട് തോന്നുന്നത്, ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. നീ പറഞ്ഞ കാര്യം ലിവർപൂൾ നെക്സ്റ്റ് മാനേജർ അല്ലാണ്ട് ആരാ? ഡെസർബിയോ? വേറെ ആരൊക്കെയുള്ളത്? രമണനെ അറിയും. എനിക്കൊരു ചാൻസ് തരാണെങ്കിൽ ഞാൻ ഡെസർബിനെ ചൂസ് ചെയ്യുള്ളൂ. ബാർസലോണയ്ക്ക് എനിവേസ് ഡിസർബിയാണ് എനിക്കൊരു ചോയ്സ് തന്നാല് ഡിസർബിനെയാണ് ഞാൻ എടുക്കുള്ളൂ.
കാരണം എനിക്ക് മറ്റേ ചങ്ങാതി ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് വേറെ ഞാൻ വേണമെങ്കിൽ മാറ്റി പറയാം. എല്ലാവരും ഭയങ്കര പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് പുള്ളിയുടെ പേര്. ഡിസർബി എനിക്ക് നമുക്ക് കണ്ടാ അറിയാം. ബ്രൈറ്റന്റെ ടീം ആ ഒരു ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് ഡിഫൻസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു സ്ട്രെങ്ത്, അത് എത്ര പ്രഷർ ഇപ്പോൾ ലിവർപൂളിന്റെ പ്രസ്സിങ് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ കൂടെയും വരാൻ പറ്റുന്ന ഒരു സ്റ്റൈല് പ്ലേ ആണ് ബ്രൈറ്റൻ്റെ. ഇറ്റ്സ് സോ എന്റർടൈനിങ് ടു വാച്ച്. സോ അത് ലിവർപൂളിനായിട്ട് ഫിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ആ ഒരു സ്റ്റൈല്. സോ ഡിസർബി ആണ് എൻ്റെ ലിസ്റ്റിൽ ഏറ്റവും പ്രയോറിറ്റി വരിക. പിന്നെ ചിലർ പറഞ്ഞ പെപ്പ് ലിൻഡേഴ്സ് എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് കോച്ച്, ക്ലോപ്പിന്റെ അസിസ്റ്റന്റ്, പക്ഷെ അയാൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ക്ലോപ്പ് പോകുന്നതിന്റെ ഒപ്പം അയാളും പോകുന്നു, അയാൾ വിടുകയാണെന്ന് പറഞ്ഞല്ലോ അന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നല്ലോ. കോച്ചിങ് സ്റ്റാഫിൽ അങ്ങനെ കുറെ പേര് സ്റ്റേറ്റ്മെന്റ് തന്നു. ബട്ട് യു നെവർ നോ. പെപ്പിന്റെതും കേട്ടായിരുന്നല്ലോ ഈ കൊല്ലം പോവാണെന്നങ്ങാട്ടും റൂമേഴ്സ് പോലെ കേട്ട പോലെ തോന്നി. അതറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി വൺ തിങ് ഈസ് ഫോർ ഷുവർ, നമുക്ക് ആ ട്രാൻസ്ഫർ ടൈം വരുമ്പോ ഈ സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ പറ്റി കുറച്ചും കൂടെ ഇതുണ്ടാവും. ലൈക്ക് ഇപ്പൊ ലിറ്ററലി ആൾക്കാർ അവിടെയും ഇവിടെയും എറിയാണ് ഇന്നാളെന്നൊക്കെ. ബട്ട് ആ ടൈം ആകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെ പറ്റി സംസാരിക്കണ്ട, കാരണം ഗെയിംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. സോ ഐ തിങ്ക് വിൽ ഹാവ് മോർ ക്ലാരിറ്റി. ബട്ട് ഞാൻ കേട്ടിടത്തോളം ആൻഫീൽഡ് ലൈക്ക് ട്രസ്റ്റഡ് സോഴ്സസ് ഞാൻ കണ്ടത് നീ പറഞ്ഞു ഈ രണ്ടുപേരും, ഒന്ന് അമോറിം ആൻഡ് ദെൻ ഡെസർബി. ബിക്കോസ് ജൂലിയൻ നാഗൽസ്മാനെ ആക്ച്വലി ബയേൺ നോക്കുന്നുണ്ടെന്ന് പറയും. സോ ഇങ്ങനെ ജൂലിയൻ നാഗൽസ്മാൻ അപരാധം കാണിച്ചു വിട്ടേക്കല്ലായിരുന്നു ബയേൺ, ഇനി പിന്നെ അവന്റെ അടുത്തേക്ക് പിന്നെ പോവാ. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അവർക്ക് ലീഗ് വളരെ ആവശ്യമില്ലാതെ അവനെ പുറത്തേക്ക് തള്ളിവിട്ട്, അത്രയും നല്ലൊരു സീസൺ ഉണ്ടായിട്ട്. ആ മറ്റേ എന്താ അയാൾ വന്നിട്ട് എന്താ ഒലിവർ ഖാൻ അയാൾ വന്ന് കുറെ അത് പറഞ്ഞപ്പോഴാ ടോണി ക്രൂസ് എഫക്ട് ഇൻ ജർമ്മൻ ടീം അത് പറയണം. ഇവൻ എന്തൊക്കെ ടോണി ക്രൂസ് തിരിച്ചു വന്നല്ലോടാ ജർമ്മൻ ടീം. അതല്ല, നമുക്കൊരു അടിപൊളി സാധനം വെച്ച് പറയാം. ടോണി ക്രൂസിനേക്കാളും ഞാൻ ഒരു അടിപൊളി പറയട്ടെ, നിങ്ങൾ ചൂസ് ചെയ്യും ഏതാണ് വേണ്ടത്. ഒന്ന് ടോണി ക്രൂസ്, രണ്ട് ഹൂ ഡു യു തിങ്ക് ഇസ് സൈനിങ് ഓഫ് ദ സീസൺ? കംപ്ലീറ്റ്ലി ആണ് സൈനിങ് ഓഫ് ദ സീസൺ ഓവറോൾ. എനിക്കറിയാം ഓൾ ലീഗ്സ് ടോപ്പ് 5. ഞാൻ ആദ്യം പറയാം സൈനിങ് ഓഫ് ദ സീസൺ. ഇത് ഞാൻ ലിവർപൂൾ ഫാൻ പറയല്ല, ബട്ട് ഇമ്പാക്ട് വെച്ചിട്ട് എനിക്ക് സൈനിങ് ഓഫ് ദ സീസൺ തോന്നുന്നു മെക്കാലിസ്റ്റർ അല്ല, ഇറ്റ്സ് വട്ടാരു എൻഡോ ആണ് സൈനിങ് ഓഫ് ദ സീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വട്ടാരു എൻഡോ വന്നിട്ട് ആ ടീമിൽ ഫിറ്റ് ആയതിനു ശേഷം ദാറ്റ് ഗേവ് എവ്രി വൺ ഹൂ പ്ലേസ് അറൌണ്ട് ഹിം ലൈക്ക് മെക്കാലിസ്റ്റർ, വാൻ ഡൈക്ക് ആൻഡ് കൊനാട്ടെ, ആ ഒരു സിസ്റ്റത്തിൽ കളിക്കുന്ന എല്ലാവർക്കും കുറച്ചുകൂടി ഫ്രീഡം അവൻ കൊടുത്തിട്ടുണ്ട്. മെക്കാലിസ്റ്റർ ആ സ്ഥലത്ത് കളിച്ചിരുന്ന സമയത്ത് കുറച്ചുകൂടി ലിവർപൂളിന് മെക്കാലിസ്റ്ററിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ അങ്ങനെ ക്ലോപ്പ് കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ടീമിന്റെ ഗതി കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈവൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടോപ്പ് മിഡ്ഫീൽഡിനെ വരെ തളർത്തി നിർത്താൻ പറ്റിയിട്ടുണ്ട് എൻഡോക്ക്. I'm talking about Kevin De Bruyne, Rodri and players like that. So I think for me, Endo will be the signing of the season. And on top of the fact that 19 million euros for that player. And we were going for Caicedo. ആ സീസണിന്റെ സമയത്ത് Caicedo 110 million യൂറോന്റെ ബിഡാണ് നമ്മൾ വെച്ചെടുത്തത്. And we got Wataru Endo for 19 million. Got to be the signing of the season. ആദ്യം ഇവൻ ചോദിച്ചപ്പോ പ്രീമിയർ ലീഗ് ആണെന്ന് ചോദിച്ചപ്പോ ഞാൻ വിളിച്ചു ഓക്കെ ഡെക്ലാൻ റൈസ് ആയിരിക്കും എന്റെ ഇതിൽ. ഡെക്ലാൻ റൈസ് ആ അത്രയോ ഒരു ഗോൾസ് ഒക്കെ അടിച്ചിട്ട് അവർക്ക് ഒരു കംബാക്ക്, ആ ഒരു ഇമ്പാക്ട്, ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തു ആർസണലിന്. സോ അതായിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് പ്രീമിയർ ലീഗ് ഓൺലി. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ ബെല്ലിംഗം യെസ് ഐ വുഡ് സേ. ഓക്കെ, ഇനി ഗുലാന് നീ പറഞ്ഞു, നീ എന്തോ വെറൈറ്റി സാധനം ഇറക്കാൻ പോകുന്നല്ലോ പറഞ്ഞു, നീ പറ. ആടാ ഞാൻ ലൈക്ക് സീരിയസ്ലി പറയാം, എനിക്ക് ആര് ബെല്ലിംഗല്ലേ നിങ്ങൾക്ക് ഗസ് അല്ല ബെല്ലിംഗ അല്ല ആക്ച്വലി. ബെല്ലിംഗം മേ ബി സെക്കൻഡ്, ബട്ട് ഫസ്റ്റ് is definitely Alejandro Grimaldo for me. He is the signing of the season for me. Grimaldo, Bayern Leverkusen.
ഹീസ് പ്ലേയിങ് ആസ് ലെഫ്റ്റ് ബാക്ക്. ഫ്രീ ട്രാൻസ്ഫർ ആയിരുന്നു, 0 ഫീ, സൈനിങ് ഫീ. ആൻഡ് ആ ടീമിന് വേണ്ടി പണിയെടുത്തത് ആലോചിച്ചാൽ ലൈക്ക് ഹീ ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസെറ്റ് അപ്പാർട്ട് ഫ്രം വിഡ്സ് ആൻഡ് ഒബ്വിയസ്ലി ഫ്രിംപോങ്. വിഡ്സ് കാരണം ഗ്രിമാൽഡോന്റെ അത്ര ഫ്ലെക്സിബിൾ ആയില്ലേ, ക്രോസിങ് എന്തെടുത്താലും, നീ നമ്പേഴ്സ് എടുത്താലും അടിപൊളിയാ. ബട്ട് നമ്പേഴ്സിനെക്കാളും അപ്പുറത്താണ് ഗ്രിമാൽഡോന്റെ ഗെയിമിലുള്ള ഇൻഫ്ലുവൻസ്. അതാണ് എനിക്ക് കൂടുതൽ ലൈക്ക് ഇപ്പം ഇവൻ എൻഡോന്റെ കാര്യം പറഞ്ഞല്ലോ, എൻഡോ അങ്ങനെ ഒരുപാട് ഗോൾ അടിക്കാതൊന്നുമല്ല. മെക്കാലിസ്റ്റർ പിന്നെയും ഷോട്ട്സ് എടുക്കും, ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ട്. ബട്ട് ഗ്രിമാൽഡോ ഇസ് ബോത്ത്, രണ്ട് ഇതിലും അടിപൊളിയാണ്. സോ ഐ തിങ്ക് ഹി ഈസ് ദ സൈനിങ് ഓഫ് ദ സീസൺ ഫോർ മീ. ആൻഡ് സ്റ്റാറ്റ്സ് എടുത്താലും ഗ്രിമാൽഡോ ഐ തിങ്ക് ഹി ഹാസ് ലൈക്ക് 11 ഗോൾസ് ആൻഡ് 14 അസിസ്റ്റ് ഇൻ ഓൾ കോമ്പറ്റീഷൻസ്. അതന്നെ 15. യാ, ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ ഫോർ എ ലെഫ്റ്റ് ബാക്ക്. ഫോർ എ ലെഫ്റ്റ് ബാക്ക് ശരിയാ. ഫോർ എ ലെഫ്റ്റ് ബാക്ക് ഇൻ എനി ലീഗ്, I don't care which league. In top 5 any league, that is crazy. And obviously Bayer Leverkusen കളിക്കുന്ന സ്റ്റൈലിനോട് ഫുൾ ബാക്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ക്രേസി. ദോസ് ആർ ക്രേസി നമ്പേഴ്സ് ഫോർ മീ. സോ ഡെഫിനറ്റ്ലി ഗ്രിമാൽഡോ. ബട്ട് സെക്കൻഡ് ഇസ് പ്രോബ്ലി വെല്ലിംഗം. പ്രീമിയർ ലീഗ് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് പിക്ക് കോൾ പാമർ. ലോൺ ആണല്ലേ? ട്രാൻസ്ഫറാ? ഈ സീസൺ ആയിരുന്നു പക്ഷേ പൈസ കൊടുത്ത് മേടിച്ചാൽ കോൾ പാമർ എന്തായിരുന്നു? 50 മില്യൺ യൂറോ. ഓ ശരിയാ. സോ യാ, കോൾ പാമർ ഫോർ മീ. ഹി ഈസ് ഐസ് കോൾഡ്. ഡാം, അടിപൊളി പ്ലെയർ. അതും ഫസ്റ്റ് ലൈക്ക് അവൻ സെക്കൻഡ് ഹാഫ് ഇടയിൽ വന്നിട്ടാണ് അവൻ ഷൈൻ ചെയ്ത്. എന്നിട്ട് പക്ഷെ ചെൽസിയിലായി പോയെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. because he's like Salah for Chelsea അല്ലേ? ചെൽസിയുടെ സാലേനെ പോലെ അവൻ വന്നിട്ട്. So definitely Cole Palmer. Yeah. Let's leave it to the audience to decide. And നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സൈനിങ് ഓഫ് ദ സീസൺ ആരാച്ചാ കമന്റ് ബോക്സ്, just comment below. So I think that's it for this episode. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും അവസാനമായി സീസൺ 2 എപ്പിസോഡ് 11 വിട പറയുമ്പോൾ? ടിൻഡു പറഞ്ഞ ടോപ്പിക്കിന്, ടോണി ക്രൂസ് ഇസ് എറ്റേണൽ, ബെസ്റ്റ് സെന്റർ മിഡ് ഓഫ് ദിസ് ജനറേഷൻ. ഹിസ് ജനറേഷൻ എന്തെങ്കിലും ഉണ്ടോടാ? അപ്പൊ കുറച്ച് അപ്പൊ അല്ല, ഇപ്പൊ ബെല്ലിംഗം വന്നല്ലോ. ഇപ്പൊ ബെല്ലിംഗം വന്നല്ലോ. ബെല്ലിംഗമിന്റെ ജനറേഷനിലും ബെല്ലിംഗം, അതെ, ക്രൂസിന്റെ ജനറേഷനിൽ ടോണി ക്രൂസ്. അപ്പൊ ദിസ് ജനറേഷൻ ഇപ്പൊ ഇതേതാ ജനറേഷൻ അതും കൂടി പറഞ്ഞു. ഇത് കലിയുഗ ബ്രഹ്മയുഗത്തിന്റെ ഒരു അപഭ്രംശം. എടാ, ഞങ്ങളുടെ ടീമിൽ എല്ലാവരും അവരവരുടെ പൊസിഷനിൽ ബെസ്റ്റ് പ്ലേയേഴ്സ് ആടാ. എംബാപ്പയും കൂടെ വന്നിട്ടുണ്ട്. എംബാപ്പെ അൽഫോൺസോ ഡേവിസും കൂടെ വന്നാ തീർന്നു. നിങ്ങളൊക്കെയും തീർന്നടാ, നോക്കിക്കോ. പിന്നെ ഒരു അടുത്ത 5 കൊല്ലത്തേക്ക് പിന്നെ ഞങ്ങളുടെ സാലയും ആ മെക്കാനിസ്റ്ററിനെയും കൂടെ എങ്ങോ ഉണ്ടായിക്കോ. എന്തിനാ ഇതൊക്കെ ആയിട്ട് ഇവിടെ? നിങ്ങൾ പ്രീമിയർ ലീഗ് അടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്തായാലും അടിക്കട്ടെ ഒരു വ്യത്യാസത്തിന്. നിന്റെ നാക്ക് പൊന്നാവട്ടെ. അപ്പൊ നിർത്താലേ? ഓക്കെടാ. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിംഗ് ഇൻ ടു ദ കാലിപ്പോസ് ടോക്സ്. ബൈ. സുലാൽ.